അൽഹംദുലില്ലാ, അനുഗ്രഹീത പുണ്യ റമദാൻ ഒരു ചന്ദ്രമാസക്കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കഴിഞ്ഞു. ഒരു പൂർത്തീകരണമെന്നോണം ഒരു വർഷക്കാലത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടാൻ ഒരു 6 നോമ്പ് കൂടെ വളരെ സൂക്ഷ്മതയോടെ പിടിച്ചുവിടേണ്ടതുണ്ട്. പുണ്യ ശവ്വാലിൽ നാളെ മുതൽ അൽഹംദുലില്ലാ ആ നോമ്പ് ആരംഭിക്കുകയാണ്. ഈദുൽ ഫിത്തർ കഴിഞ്ഞാൽ തുടർന്നുള്ള 6 ദിവസങ്ങളിൽ മുത്തസിലായി തന്നെ ചേർത്തു പിടിച്ചാൽ അഫ്ളലായ രൂപമായി. ഇനി എന്തെങ്കിലും സാഹചര്യം നോമ്പ് ചേർത്ത് പിടിക്കാൻ പറ്റാതെ വന്നാലോ ആ സമയത്ത് ഈ ശവ്വാൽ മാസത്തിൽ തന്നെ ഏതെങ്കിലും ദിവസം ആ നോമ്പ് 6 പൂർത്തിയാക്കണം. വലിയ പ്രതിഫലമാണ് ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ ഒരു മാസത്തെ നോമ്പെടുത്തപ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ പ്രതിഫലം 1-ന് 10 ഇരട്ടി പ്രതിഫലമാണ്. ഒരു മാസത്തെ നോമ്പെടുത്തപ്പോൾ 10 മാസത്തെ നോമ്പെടുത്ത പ്രതിഫലം കിട്ടി. ഇനി ശേഷിക്കുന്നത് 2 മാസമാണ്. ഒരു വർഷം 12 മാസമാണല്ലോ. അതുകൊണ്ട് 6 നോമ്പ് ശവ്വാലിൻ്റെത് പിടിച്ചു വിടാൻ ഭാഗ്യം കിട്ടിയാൽ അൽഹംദുലില്ലാ പൂർണ്ണമായി ഒരു വർഷത്തെ നോമ്പെടുത്ത കൂലി കിട്ടി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തി ശവ്വാലിൻ്റെ പുണ്യ നോമ്പുകളുടെ പോരിശ. മൻ സ്വാമ റമദാന വസിത്തം മിൻ ശവ്വാലിൻ ഫകഅന്നമാ സ്വാമ സനത കുല്ലഹ. ഒരു വർഷക്കാലം നോമ്പെടുത്ത പ്രതിഫലമാണ് ആരെങ്കിലും ശവ്വാലിൻ്റെ പരിശുദ്ധമായ നോമ്പ് 6 പിടിച്ചു വീടിയാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം. മൻ സ്വാമ റമദാന വസിത്തം മിൻ ശവ്വാലിൻ ഫകഅന്നമാ സ്വാമ സനത കുല്ലഹ എന്നാണ് പറഞ്ഞത്. റമദാനിലെ ഒരു മാസം നോമ്പെടുത്തപ്പോൾ കിട്ടിയത് വലിയ പ്രതിഫലമാണ്. ആ റമദാനിലെ ഒരു മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം 10 മാസത്തെ നോമ്പിൻ്റെ കൂലിയായി. ഇനി 2 മാസമാണ് ഈ ശവ്വാലിൻ്റെ 6 നോമ്പ് കൊണ്ട് അള്ളാഹു നേടിത്തരുന്നത്. ജഅലല്ലാഹുൽ ഹസനത ബിഅശ്റതി അംസാലിഹ അശ്ശഹ്റു ബിഅശ്റതി. ഒരു മാസത്തെ നോമ്പ് 10 മാസത്തെ നോമ്പിൻ്റെ കൂലി. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, മൻ സ്വാമ റമദാന ثم أتبعه 6 من شوال كان كصيام الدهر. ഒരു വർഷക്കാലം നോമ്പെടുത്ത കൂലിയാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പും അതിനെ തുടർന്ന് വരുന്ന 6 ദിവസത്തെ നോമ്പും. അഫ്ളലായൊരു രൂപമാണ് പറഞ്ഞത്. നമുക്ക് ആ സമയത്ത് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും പരിശുദ്ധ ശവ്വാലിൽ ആ നോമ്പെടുത്ത് പൂർത്തിയാക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അനുഗ്രഹീത നോമ്പ് ആരും ഒഴിവാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. ഒടുവിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്ത് ഇഷ്ടവാക്ക് പറഞ്ഞ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നസീബാക്കട്ടെ. ഈ അഅ്മാലു സ്വാലിഹാത്തുകളുടെ ഒക്കെ പോരിശ കൊണ്ട് അള്ളാഹു നമ്മുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ഒക്കെ ബറക്കത്ത് നൽകട്ടെ. നമ്മളെ നന്മയിലേക്ക് കൈപിടിച്ച് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ ഉലമാക്കളിൽ ധാരാളം മണ്ണറയിലാണ്. അള്ളാഹു ഖബറിടങ്ങളെ മണിയറകളാക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട രക്തബന്ധുക്കളിൽ വിവാഹബന്ധം കൊണ്ട് മുസാഹറത്ത് ബന്ധം കൊണ്ട് ചേർന്നവരിൽ ധാരാളം പേര് മരണപ്പെട്ടുപോയി. നമ്മുടെ മാതാപിതാക്കളിലൊക്കെ അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസാക്കി സന്തോഷിപ്പിക്കുമാറാകട്ടെ.